ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാകുന്നതിനിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു. രാജ്യത്ത് കലാപം കത്തിപ്പടരുന്ന പശ്ചാത്തലത്തിലാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ചത്. സഹോദരിക്കൊപ്പം അവർ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടുണ്ട്. അതിനിടെ ഡൽഹിയിലേക്ക് എത്തുമെന്നും ഡൽഹിയിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര തിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഷെയ്ഖ് ഹസീന സഹോദരി ഷെയ്ഖ് രഹാനയ്ക്കൊപ്പം രാജ്യം വിട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇവർ ഇന്ത്യയിൽ അഭയം തേടിയെന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതി കൈയടക്കിയെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ അഭയം നൽകില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഷെയ്ഖ് ഹസീന ബെലറൂസിലേക്ക് പോയെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ നൂറുകണക്കിന് പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരച്ചു കയറി. വസതിയിൽ നിന്നും വിലപിടിച്ചതെല്ലാം ജനക്കൂട്ടം എടുത്തുകൊണ്ടു പോവുകയാണ്. ധാക്കയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകാരികൾ തകർത്തു. പ്രധാനമന്ത്രി രാജിവെച്ചതോടെ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സേനാ മേധാവി അറിയിച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചുവെന്നും സേനാ മേധാവി വ്യക്തമാക്കി. ജനങ്ങളുടെ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. അക്രമം അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും സേനാ മേധാവി ജനങ്ങളോട് പറഞ്ഞു.